അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ ലെസൺസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് വെറുതെ അങ്ങ് കണ്ട് മറക്കരുത് കേട്ടോ. അത് വീണ്ടും വീണ്ടും നമ്മളന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സീരീസ് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്യാവശ്യം വേണ്ട ഒരു പിടി തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പല രീതികളുണ്ട്. അപ്പോൾ അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഞാനിപ്പോൾ മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് പറയാൻ പോവാണ്. ഇത് ഒരു പുസ്തകമാണ്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ദിസ് ഈസ് എ ബുക്ക്. അപ്പോൾ ഇത് ഒരു പുസ്തകമാണ് എന്നുള്ള മലയാള വാചകത്തിന് പറ്റിയ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം? ഇത് ഒരു പുസ്തകമാണോ എന്ന് ചോദിക്കാം. ഇത് എന്താണ് എന്നും ചോദിക്കാം അല്ലേ? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ വ്യത്യാസം അറിയാമല്ലോ. ആദ്യത്തേത് ഇതൊരു പുസ്തകമാണോ, അപ്പോൾ അതിന് ഉത്തരം അതെ അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും. രണ്ടാമത്തതോ ഞാൻ ചോദിച്ചത് ഇത് എന്താണ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം തന്നെ കിട്ടും. അതെ അല്ലെങ്കിൽ അല്ല എന്നല്ല, ശരിയായ ഒരു ഉത്തരം തന്നെ നമുക്കവിടെ ലഭിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെ ഇംഗ്ലീഷിലും പലതരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതെ അല്ലെങ്കിൽ അല്ല എന്ന തരത്തിൽ ഉത്തരം കിട്ടുന്ന തരം ഇംഗ്ലീഷ് ചോദ്യം ചോദിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതെ അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ. അപ്പോൾ അതെങ്ങനെ ചോദിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ നമ്മുടെ ചോദ്യം ഇത് ഒരു പുസ്തകമാണോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ നോക്കൂ. ഇസ് ദിസ് എ ബുക്ക്? അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഇത് എന്ന് പറഞ്ഞ് തന്നെയാണ് ചോദ്യം തുടങ്ങിയതല്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ആണ് എന്ന് പറയുന്ന വാക്കാണല്ലോ ഇസ് എന്നുള്ളത്. അത് വെച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ചോദ്യം വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഇത് ഒരു പുസ്തകമാണ് എന്നുള്ളതിന് ദിസ് ഇസ് എ ബുക്ക് എന്ന് പറയും. ചോദ്യം എങ്ങനെയായിരുന്നു? ഇസ് ദിസ് എ ബുക്ക്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ആ ആദ്യത്തെ രണ്ട് വാക്കുകളുണ്ടല്ലോ ദിസ് ഇസ് എന്നുള്ളത്, അത് ഞാൻ തിരിച്ചിട്ടു, ഇൻവേർട്ട് ചെയ്തു, അതിൻ്റെ പൊസിഷൻ ഒന്ന് മറിച്ചിട്ടു. അപ്പോൾ നമുക്ക് ചോദ്യം കിട്ടി. അപ്പോൾ കണ്ടല്ലോ, ഇസ് ദിസ് എ ബുക്ക്? ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്തത്, അത് ഒരു പക്ഷിയാണ്. ഒരു പക്ഷി, പക്ഷെ അത് അടുത്തല്ല, ദൂരെയാണുള്ളത്. അപ്പോൾ അത് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ദാറ്റ് ഇസ് എ ബേർഡ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? ഇതേപോലെ തന്നെ ആദ്യത്തെ ആ രണ്ട് വാക്കുകളൊന്ന് തിരിച്ചിട്ടാൽ പോരെ. ഇസ് ദാറ്റ് എ ബേർഡ്? അതായത് അതൊരു പക്ഷിയാണോ എന്നാണ് ചോദ്യം. ഇസ് ദാറ്റ് എ ബേർഡ്? അപ്പോൾ നമുക്ക് ഒന്നിലധികം വസ്തുക്കളെ പറ്റി പറയണമെന്നിരിക്കട്ടെ. കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതിന് ടോയ്സ് എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഇവ കളിപ്പാട്ടങ്ങളാണ്. ദീസ് ആർ ടോയ്സ്. ഇവിടെ വ്യത്യാസം കണ്ടല്ലോ. ദീസ് ആർ എന്ന് ഞാൻ പറഞ്ഞു, ഇവ എന്നുള്ളതിന് ദീസ്. ഒന്നിലധികം വസ്തുക്കളുള്ളത് കൊണ്ട് ആർ എന്ന് പറയണം അല്ലേ. ദീസ് ആർ ടോയ്സ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എങ്ങനെയായിരിക്കും? ഇവ കളിപ്പാട്ടങ്ങളാണോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഇവിടെയും നമ്മൾ അതേ പാറ്റേൺ തന്നെ ഉപയോഗിച്ചാൽ മതി. ആർ ദീസ് ടോയ്സ്? കണ്ടോ, ഇവ കളിപ്പാട്ടങ്ങളാണോ? ആർ ദീസ് ടോയ്സ്? ഇനി കുറച്ച് ദൂരെയായിട്ട് കുറച്ചധികം പൂക്കളുണ്ട്. അപ്പോൾ അവ പൂക്കളാണ് എന്നുള്ളതിന് ദോസ് ആർ ഫ്ലവേഴ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എങ്ങനെയായിരിക്കും? ആർ ദോസ് ഫ്ലവേഴ്സ്? അവ പൂക്കളാണോ? ആർ ദോസ് ഫ്ലവേഴ്സ്? അപ്പോൾ ഒരു കാര്യം കണ്ടല്ലോ, ഇതിനെല്ലാം അതെ അല്ലെങ്കിൽ അല്ല, യെസ് ഓർ നോ എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അതുകൊണ്ട് മറക്കരുത് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്നൊരു പേര് യെസ് അല്ലെങ്കിൽ നോ ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ ലെസൺസിൽ നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് പഠിച്ചിരുന്നു. അവൾ ഒരു അധ്യാപികയാണ്. ഓർക്കുന്നുണ്ടല്ലോ അത്? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഷീ ഇസ് എ ടീച്ചർ. അപ്പോൾ ഇതിനെങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? അവൾ അല്ലെങ്കിൽ അവർ അധ്യാപികയാണോ? എങ്ങനെ ചോദിക്കുക? ഇസ് ഷീ എ ടീച്ചർ? കണ്ടോ. അടുത്തത്, അയാൾ ഒരു അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ വാക്ക് എ വെച്ചാണ് തുടങ്ങിയത് കേട്ടോ. അക്കൗണ്ടൻറ്റ് അത് തുടങ്ങുന്നത് എ എന്നുള്ളൊരു സ്വരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആൻ അക്കൗണ്ടൻറ്റ് എന്ന് പറയണം അല്ലേ. അതെങ്ങനെ പറയാം? ഹീ ഇസ് എൻ അക്കൗണ്ടൻറ്റ്. കണ്ടോ, ഹീ ഈസ് എ അക്കൗണ്ടൻ്റ് അല്ല, ഹീ ഈസ് ആൻ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ചോദിക്കുക? അയാൾ അക്കൗണ്ടൻ്റ് ആണോ? ഇങ്ങനെ ചോദിക്കും. ഇസ് ഹീ ആൻ അക്കൗണ്ടൻറ്റ്? ഇതേപോലെ നമ്മുടെ ചില അവസ്ഥകളെ പറ്റി, അതായത് മാനസികാവസ്ഥകളെ പറ്റിയൊക്കെ ആവാം പറയാനും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. ടീന സന്തോഷവതിയാണ്, ഒരു സന്തുഷ്ടയാണ്. എന്താ പറയുക? ടീന ഒരാളല്ലേ. ടീന ഇസ് ഹാപ്പി. അറിയാലോ, ടീന ഇസ് ഹാപ്പി. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് ടീന സന്തോഷവതിയാണോ സന്തുഷ്ടയാണോ എന്നാണ്. എങ്ങനെ ചോദിക്കും? തിരിച്ചിടുക. ഇസ് ടീന ഹാപ്പി? അവൾ ഹാപ്പിയാണോ? ഇസ് ടീന ഹാപ്പി? ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ പറയുകയാണ് എന്നെപ്പറ്റി, ഞാൻ ദുഃഖിതയാണ്. അപ്പോൾ ദുഃഖിത എന്നുള്ളതിനുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താണ്? സാഡ് എന്നാണ്. അപ്പം ഞാൻ എന്നെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറയണമല്ലോ. ഐ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആണ് എന്നുള്ള അർത്ഥം വരാൻ ഏത് വാക്കാണ് ഉപയോഗിക്കുക? ഇസ് പറയാൻ പറ്റില്ല, ആർ എന്ന് പറയാൻ പറ്റില്ല, ഐയുടെ കൂടെ ആം പറയണം. അപ്പോൾ ഐ ആം സാഡ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് ആയി. ഞാൻ ദുഃഖിതയാണ്, ഐ ആം സാഡ്. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് എങ്ങനെയായിരിക്കും മലയാളത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ദുഃഖിതയാണോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ആർ യു സാഡ് എന്ന് ചോദിക്കും. നിങ്ങൾ. അപ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ യു പറയണം.
യുടെ കൂടെ ആറല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആർ യു സാഡ്? കണ്ടോ, ഐ ആം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് വരുമ്പോൾ അതിൻ്റെ ചോദ്യം ആർ യു എന്നായിരിക്കും. ഇതേപോലെ ഞാൻ ഒരു ഡോക്ടറാണ്, അതെങ്ങനെ പറയാം? ഐ ആം എ ഡോക്ടർ. അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടത് എന്താണ്? നിങ്ങളൊരു ഡോക്ടറാണോ? അപ്പം എങ്ങനെ ചോദിക്കും? ആർ യു എ ഡോക്ടർ? ആർ യു എ ഡോക്ടർ? കണ്ടോ,